ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതൊന്നും ആരോടും പറയരുത്. പറഞ്ഞ പിന്നെ വലിയ വഴക്കാവും. പിന്നെ അച്ഛൻ ദിവസവും വിളിക്കും. എന്റെ പഠിത്ത കാര്യങ്ങളൊക്കെ തിരക്കും. അമ്മയായി സംസാരിക്കും. സത്യഭാമ കിട്ടി. സത്യഭാമ സിംഗിൾ പാരന്റാ. അതായത് അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് ശാലിനി എന്ന പേര് മാത്രമേ ഉള്ളൂ. അച്ഛന്റെ പേര് ഇതിൽ ചേർത്തിട്ടില്ല. വലിയ ഉപകാരം. ശരി മാഡം. എന്നാ ഞാൻ അങ്ങോട്ട്. അല്ല, സത്യഭാമയുടെ ആരെങ്കിലും ആണോ ഇവിടെ മുൻപ് വന്നെന്ന് പറഞ്ഞത്? എന്റെ കൊച്ചുമോൾ ഇവിടെ പഠിക്കുന്നുണ്ട്, പത്മിനി. ഓ, സത്യഭാമ എന്റെ കൊച്ചുമോൾ പത്മിനിയുടെ കൂട്ടുകാരിയാ. സാധാരണ ഇങ്ങനെ കുട്ടികളുടെ കാര്യം തിരക്കി വരുമ്പോ ആദ്യം പേര് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്താറുണ്ട്. ഞാനിവിടെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. HM പുതിയ ആളായതുകൊണ്ടാ. എന്റെ പേര് സത്യഭാമ. ADMന്റെ നേതൃത്വത്തിലുള്ള ഈ ഹരിത കേരളം പരിപാടി കൊണ്ട് ആകപ്പാടൊരു ഗുണമുണ്ടായത് ഈ ബിരിയാണി മാത്ര. എല്ലാവർക്കും തികഞ്ഞാണോ, അതോ ഇതിലും ജോൺ അയാളുടെ പതിവ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് കാണോ? മൊത്തത്തിലൊരു ഒതുക്കല് നടത്തുന്ന കാര്യത്തില് മിടുക്കൻ ആള്. അതെന്തായാലും കൃത്യമായിട്ട് എണ്ണ എടുത്തിട്ട് തന്നെയാ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുവരെ ആരും പരാതിയായിട്ട് വന്നിട്ടില്ല. അല്ല, വിഷ്ണുട്ടൻ കഴിച്ചായിരുന്നോ? കഴിച്ചു കാണും മാഡം. ഞാൻ ബിരിയാണി വാങ്ങിക്കാൻ പോയപ്പോ സാറിന് കൊടുക്കുന്നത് കണ്ടായിരുന്നു. എന്നാ പിന്നെ മാഡം കഴിക്കേ. ഞാൻ കഴിച്ചോളാം. ഇനിയും വിഷ്ണുട്ടൻ കഴിച്ചിട്ടില്ലെങ്കിലോ? വിഷ്ണുട്ടൻ അവിടെ ഇരുന്ന് കഴിക്കേണ്ട ആളല്ല. വിഷ്ണുട്ടനെ എവിടെ ഇരുത്തി കഴിപ്പിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും അധികാരവും എനിക്കുണ്ട്. മാഡം പറ. എന്താ ബിരിയാണി കഴിക്കാത്ത? ഇയാള് കഴിച്ചോ? ഇല്ല, വിഷ്ണുട്ടൻ കഴിച്ചോന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ശരി, ഞാൻ കഴിച്ചോളാം. താൻ കഴിച്ചോ? എന്നാ പിന്നെ ഇങ്ങോട്ട് വന്നേ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അതൊന്നും വേണ്ട. കളക്ടർക്കൊപ്പം ഇരുന്നിട്ട് ഡ്രൈവർ ഭക്ഷണം കഴിച്ചെന്ന് വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണ്ട. വിഷ്ണുട്ടൻ ഇങ്ങ് വാ. അങ്ങനെയൊന്നും ആരും പറയാൻ പോകുന്നില്ല. എടോ, എന്നാലും വേണോ? വിഷ്ണുട്ടൻ ഒന്നും പറയണ്ട. വിഷ്ണുട്ടൻ വന്നിട്ട് ഞാൻ കഴിക്കും. ശരി, ഇനിയിപ്പോ ഞാനായിട്ട് തന്റെ ഉച്ചഭക്ഷണം മുടക്കിന്ന് പറയണ്ട. ഞാനിപ്പോ അങ്ങോട്ട് വരാം.
പറ്റി പപ്പി? നീ എന്തൊക്കെ ആലോചിച്ചോണ്ടാണല്ലോ എപ്പോഴും ഇരിക്കുന്നേ? എന്തെങ്കിലും സങ്കടമുണ്ടോ? അമ്മയുടെ കാര്യം ഓർത്തിട്ടോ? അതിന് സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? ശ്യാമാന്റെ 2 ദിവസം കഴിയുമ്പോ സുഖമായിട്ട് വീട്ടിലേക്ക് വരും. ഇനി പപ്പിക്ക് അമ്മയെ കാണാനാണെങ്കിൽ ഞാൻ അച്ഛനോട് പറയാം. പറയണോ? വേണ്ട, അമ്മ വരുമല്ലോ, അപ്പ കാണാം. എന്നാ വാ, നമുക്ക് സ്നാക്സ് കഴിക്കാം. ഇല്ലെങ്കിലേ ബെല്ലടിച്ചാലും പപ്പി ഇങ്ങനെ തന്നെ ഇരിക്കും. വാ. ഹായ് സത്യമ്മ. സത്യമ്മ എന്താ ഇവിടെ? മക്കളെ കാണാൻ വന്നതാ. ഞങ്ങളെ കാണാൻ വന്നയാണോ? അതെ മോളെ. സത്യമ്മ അറിഞ്ഞോ? എന്റെ അമ്മ ഹോസ്പിറ്റലാ, വെടിയേറ്റതാ. ഞാൻ അറിഞ്ഞു മോളെ. സത്യമ്മ അമ്മയെ കണ്ടായിരുന്നോ? ഇല്ല, മോളുടെ അമ്മയെ കാണാൻ സത്യമ്മ പോയിട്ടില്ല. പക്ഷെ പോകും. മോളിങ് വന്നേ. മോളുടെ അച്ഛൻ പിന്നെ ലീവിന് വന്നായിരുന്നോ? മോളുടെ അച്ഛനിപ്പോ എവിടെയാ? ഇപ്പൊ വിളിക്കാറുണ്ടോ? മോളെ പറ, വിളിക്കാറുണ്ടോ? അമ്മയുമായിട്ട് എങ്ങനെയാ വിളിച്ച് സംസാരിക്കാറുണ്ടോ? അച്ഛൻ. പറ മോളെ, അച്ഛൻ വിളിക്കാറില്ലേ? മോൾക്കറിയാലോ സത്യമ്മയും അമ്മയും തമ്മിലുള്ള വഴക്കിന്റെ കാര്യം. ആ ഒരു വഴക്ക് കാരണം ഇതൊക്കെ ആരോടും പറയാതെ രഹസ്യമാക്കി വെച്ചിരുന്നത്. മോളെ, പിന്നൊരു കാര്യമുണ്ട് മോളെ. മോള് ഇതൊന്നും ആരോടും പറയരുത്. പറഞ്ഞ പിന്നെ വലിയ വഴക്കാവും. ആ പിന്നെ അച്ഛൻ ദിവസവും വിളിക്കും, എന്റെ പഠിത്ത കാര്യങ്ങളൊക്കെ തിരക്കും. അമ്മയായി സംസാരിക്കും. 2 മാസം കഴിയുമ്പോ ചിലപ്പോ ലീവ് കിട്ടിയാ വരും. അപ്പോ മോളുടെ അച്ഛൻ ഇപ്പൊ എവിടെയാ? ദുബായി തന്നെ.